ഹായ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? അതും വറുത്തരച്ച ചിക്കൻ കറി നോക്കാം. നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് തേങ്ങ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നാലേ പെട്ടെന്ന് ഉള്ളി വഴന്ന് വരുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനും ഉള്ളിയും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ കൂടെ കുറച്ചുകൂടി നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതിൻ്റെ കൂട്ടെല്ലാം കൂടെ ഇതിലിട്ട് ചിക്കൻ വെന്തതിന് ശേഷം ഒന്ന് ഇട്ടെടുക്കാം. ഇപ്പോൾ വഴുന്ന ഉള്ളിയും ചിക്കനും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. കാരണം ചിക്കനിൽ തന്നെ നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച തേങ്ങയും അതിൻ്റെ കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത തേങ്ങയും അതിൻ്റെ മസാലക്കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കനിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ ശകലം വെള്ളവും കൂടെയൊക്കെ വീഴ്ത്തി ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ശകലം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ മസാല ഒന്ന് ക്ലിയറായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇന്ന് നമ്മുടെ സൺഡേ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വറുത്തരച്ച ചിക്കൻ കറി വയ്ക്കാൻ അറിയാമായിരിക്കും. എന്നാൽ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കാണാത്തവരാണെങ്കിലും ഒന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.